അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അറിവിനുറവയുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ ദുൽഹിജ്ജ മാസത്തിലാണ് നമ്മളുള്ളത്. അള്ളാഹു നമ്മയെല്ലാം സ്വീകരിക്കുമാറാവട്ടെ, ആമീൻ. മഹാനരായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ്, അവിടുന്ന് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹലാലായ സമ്പാദ്യം കൊണ്ട് ഒരാൾ ഹജ്ജ് നിർവഹിക്കാൻ ഒരു ഹാജി പുറപ്പെടുകയും വാഹനത്തിൽ കയറിയിട്ട് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് പറയുകയും അങ്ങനെ ആകാശത്തു നിന്നും ആ സമയത്ത് ഒരു വിളിയാളമുണ്ടാവുകയാണ്. നിന്റെ ലബ്ബൈക്ക സ്വീകരിക്കപ്പെട്ടതാണ്, നിന്റെ യാത്രാ ചെലവ് ഹലാലായതാണ്, നിന്റെ ഹജ്ജ് നന്മയുടേതാണ്, നിനക്ക് യാതൊരു പ്രയാസങ്ങളും നിനക്ക് ഉണ്ടാവുകയില്ല എന്ന് അവിടുന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. അതേ സമയത്ത് അവർ യാത്ര പോകുന്നത്, ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി പോകുന്നത് ഹലാലല്ലാത്ത ഹറാമായ പണം കൊണ്ടാണെങ്കിൽ ആകാശ ലോകത്ത് നിന്ന് വിളിച്ചു പറയുകയാണ്, നിന്റെ ലബ്ബൈക്ക സ്വീകരിക്കപ്പെട്ടതല്ല, നിന്റെ യാത്രാ സാധനവും ഹറാമാണ്, നിന്റെ ചെലവും ഹറാമാണ്, നിന്റെ ഹജ്ജ് കുറ്റകരമായതും സ്വീകരിക്കപ്പെടാത്തതുമാണ് എന്ന് പറയപ്പെടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി തൊബറാനി റിപ്പോർട്ട് ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഹജ്ജിന് പോകുന്നവരും പോകാൻ ഉദ്ദേശിക്കുന്നവരുമെല്ലാം ഹലാലായ പണം സമ്പാദിച്ചു വെച്ച് അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകുമ്പോൾ ഹലാലായ രീതിയിൽ തന്നെ യാത്രയും അനുബന്ധ സാമഗ്രികളുമൊക്കെ ഒരുക്കി പുറപ്പെട്ടാൽ തീർച്ചയായും നമുക്ക് സ്വീകാര്യയോഗ്യമായ ഹജ്ജ് ചെയ്യാൻ കഴിയും. അതുവഴി വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള വിശുദ്ധ സ്വർഗം നമുക്ക് അതിന് സമ്മാനമായി ലഭിക്കുകയും ചെയ്യും. അള്ളാഹു അത്തരം നന്മകൾ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ, ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.